കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ഉണ്ണി മുകുന്ദനും ടൊവിനോയുമാണ് സോഷ്യൽ മീഡിയയിലെ ഡിസ്കഷൻ സ്റ്റാർസ്. ടൊവിനോ ചിത്രമായ നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിന് ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചുവെന്നായിരുന്നു മാനേജറുടെ ആരോപണം. ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ചോദ്യമാണ് ആരാധകർക്ക് ചോദിക്കാനുള്ളത്. ഒന്നാമൻ ടൊവിനോയോ അതോ ഉണ്ണി മുകുന്ദനോ? നമ്മുടെ മോളിവുഡിലെ ഒരുപാട് ആരാധകരുള്ള നടന്മാരാണ് ഉണ്ണിയും ടൊവിനോയും. സ്ക്രീൻ പ്രസൻസ്, മാസ് റോളുകളിലെ മികവ്, ഫിറ്റ്നസിനോടുള്ള താല്പര്യം, സിനിമാ പശ്ചാത്തലമില്ലാതെ കരിയറിൽ വളർന്നവർ തുടങ്ങി ചില സാമ്യതകളും ഇവർക്ക് പറയാനുണ്ട്. എന്നാൽ രണ്ടുപേരുടെയും കരിയർ ഗ്രാഫ് എടുത്താൽ ബഹുദൂരം മുന്നിലാണ് ടൊവിനോ. അതിന് കാരണവുമുണ്ട്. ഉണ്ണി മുകുന്ദൻ എപ്പോഴും തന്നെ മെയിൻ ക്യാരക്ടറായി കാണിക്കുന്ന ചിത്രം ചെയ്യാനായിരുന്നു ഇഷ്ടം. ഉണ്ണിയുടെ ചിത്രങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാനും കഴിയും. എന്നാൽ ടൊവിനോ അങ്ങനെയല്ല. തൻ്റെ കഥാപാത്രത്തിനേക്കാൾ സിനിമയുടെ കഥ എന്താണ്, അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുമോ, ഇതാണ് ടൊവിനോ എപ്പോഴും ചിന്തിക്കുക. ഡിയർ ഫ്രണ്ട്, കള തുടങ്ങിയ സിനിമകൾ ഇതിനൊരു ഉദാഹരണം മാത്രം. തമിഴ് സിനിമയിലൂടെയാണ് ഉണ്ണി തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. 2012 പുറത്തിറങ്ങിയ മല്ലു സിംഗ് ആണ് ഉണ്ണിയുടെ കരിയറിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റും. സിനിമ ഹിറ്റായതോടെ മറ്റൊരു യൂത്ത് ഐക്കണിനെ കിട്ടിയെന്ന് അന്ന് സിനിമാ ലോകം പറഞ്ഞു. എന്നാൽ പിന്നീട് അങ്ങോട്ട് മല്ലു സിംഗ് പോലൊരു ഹിറ്റ് ലഭിക്കാൻ ഉണ്ണി മുകുന്ദന് ഏറെ കാത്തിരിക്കേണ്ടി വന്നു. ഏഴാം സൂര്യൻ, ഐ ലവ് മീ എന്നിങ്ങനെ ഉണ്ണിയുടേതായി ചില സിനിമകൾ ഇറങ്ങിയെങ്കിലും ഹിറ്റായില്ല. ഇതിനിടയ്ക്ക് ഒരു മുറൈ വന്ന് പാരായ, സ്റ്റൈൽ തുടങ്ങിയ സിനിമകൾ ഭേദപ്പെട്ട ഒരു വിജയമായിരുന്നു ഉണ്ണിക്ക് സമ്മാനിച്ചത്. എന്നാൽ മലയാളത്തിൽ ഹിറ്റില്ലെങ്കിലും ഉണ്ണിയങ്ങ് തെലുങ്കിൽ പോയി ചില വേഷങ്ങൾ ചെയ്തിരുന്നു. ചില വേഷങ്ങളല്ല, ശ്രദ്ധേയമായ വേഷങ്ങൾ. ബാഗ്മതി ഇതിനുദാഹരണം. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഉണ്ണിക്ക് കഷ്ടകാലമായിരുന്നു. തുടരെ പരാജയങ്ങളായിരുന്നു ഉണ്ണി മുകുന്ദനെ കാത്തിരുന്നത്. എന്നാൽ 2022 പുറത്തിറങ്ങിയ മേപ്പടിയാൻ ഉണ്ണിയുടെ തലവര തന്നെ മാറ്റിക്കുറിച്ചു. കൂടാതെ അതേ വർഷം റിലീസ് ചെയ്ത മാളികപ്പുറവും സൂപ്പർ ഹിറ്റായി. പിന്നാലെ വന്ന മാർക്കോയും മോളിവുഡിൽ ചരിത്രം കുറിച്ചു. എന്നാൽ ഇതിനെ തുടർന്ന് ഒരു വിജയവും താരത്തിന് ഇതുവരെ മോളിവുഡിന് നൽകാനായിട്ടില്ല. അതേസമയം ഉണ്ണി മുകുന്ദനെ പോലെ കരിയറിൽ വളരെ പണിപ്പെട്ട് തന്നെയായിരുന്നു ടൊവിയും സിനിമാ ലോകത്ത് സ്ഥാനം നേടിയത്. പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്കുള്ള ടൊവിയുടെ തുടക്കം. അതായത് ഉണ്ണി മുകുന്ദൻ മല്ലു സിംഗിന്റെ വിജയ തിളക്കത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ടൊവിനോയുടെയും സിനിമയിലേക്കുള്ള കടന്നുവരവ്. തുടക്കകാലത്ത് സഹനായകനായി നിരവധി സിനിമകൾ ടൊവി ചെയ്തു. ഇന്ന് നിന്റെ മൊയ്തീനിലെ അപ്പുവാണ് ടൊവിനോയുടെ കരിയറിൽ ഒരു ബ്രേക്ക് കൊടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ടൊവിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 2016 ഗപ്പി എന്ന സിനിമ തിയേറ്ററിൽ വലിയ വിജയമായിരുന്നില്ലെങ്കിലും നിരൂപക പ്രശംസ ചിത്രം നേടിയെടുത്തു. മായാനദി, ഗോദ, ഒരു മെക്സിക്കൻ അപാരത തുടങ്ങിയ സിനിമകൾ ടൊവിനോയെ യൂത്ത് ഐക്കണാക്കി മാറ്റുകയായിരുന്നു. തുടർന്നെത്തിയ തീവണ്ടി, എൻ്റെ ഉമ്മാന്റെ പേര്, ഒരു കുപ്രസിദ്ധ പയ്യൻ തുടങ്ങിയ സിനിമകൾ ടൊവിനോയെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കി മാറ്റി. എന്നാൽ ഇതിനിടയിലും ഡിയർ ഫ്രണ്ട്, കള പോലെ തന്റെ ഇമേജിനെ മാറ്റിമറിക്കുന്ന ചിത്രങ്ങളും താരം ചെയ്തു. തുടർന്നിറങ്ങിയ തല്ലുമാല, 2018 തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഹിറ്റായി മാറി. അതേസമയം നാരദൻ, നീലവെളിച്ചം, നടികർ, ഐഡന്റിറ്റി തുടങ്ങിയ നിരവധി ഫ്ലോപ്പുകളും ടൊവിനോയ്ക്ക് ഉണ്ടായി. എന്നാൽ മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ഇതിനോടകം തന്നെ നമ്മുടെ മോളിവുഡിൽ ടൊവിനോ നേടിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ പുതിയ ചിത്രം നരിവേട്ടയ്ക്കും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ടൊവിക്ക് കിട്ടുന്നത്. സോ ഹിറ്റുകൾ കൂടുതലെടുത്താൽ കൂടുതലുള്ളതും ടൊവിനോയ്ക്ക് തന്നെ. ഉണ്ണി മുകുന്ദന് മാർക്കോ, മാളികപ്പുറം എന്നിവയാണ് വൻ ഹിറ്റായ സിനിമകളായി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടനായകൻ ആരാണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ.